തെളിയും പൊന്നാരമിൽ തെളിവായ മുത്ത് മുഹമ്മദാരെ പൂരണർ സകലോർക്ക് മുൻ പ്രഭൂവരായ മുസമ്മിലാരെ മന്നവർ നബിദീനിൽ മുന്നമി വന്നവർ മകളാണ് നൂറെ മംഗകൾ സകലത്തിലും മാണിക്യമോ മറ്റെന്തു ചേലേ വന്ത് കുഞ്ഞി പന്തിരുമുൻ ചിന്തിച്ചിന്താനാണ് പോയി ഭംഗിയേറും മാനുടലിൽ തിങ്ങിടും സീനത്ത് ബീവി വന്ത് കുഞ്ഞി ചന്തിരുമുൻ ചിന്തിച്ചിന്താനാണ് പോയി ഭംഗിയേറും മാനുടലിൽ തിങ്ങിടും സീനത്ത് ബീവി ചന്ദിരൻ ത്വാഹാനബിക്ക് സ്വന്തിര രാജസ്വരൂപി ചന്തമിൽ നിക്കാഹണൈവ മന്ദമാഹു മന്ദ ബീവി ചന്ദിരൻ ത്വാഹാനബിക്ക് സ്വന്തിര രാജസ്വരൂപി ചന്തമിൽ നിക്കാഹണൈവ മന്ദമാഹു ബീവി പൊന്നിലും പൊന്നാരമിൽ തെളിവായ മുത്ത് മുഹമ്മദാരെ പൂരണർ സകലോർക്ക് മുൻ പ്രഭൂവരായ മുസമ്മിലാരെ മന്നവർ നബിദീനിൽ മുന്നമേ വന്നവർ മകളാണ് നൂറെ മംഗകൾ സകലത്തിലും മാണിക്യമോ മറ്റെന്തു ചേലേ മുന്തിയ വാക്കെല്ലാം തനിത്തി റസൂലി ആശബെത്ത് മുർസലി പ്രധാന റഫീഖായ സിദ്ദീഖെ വിളിത്ത് മുന്തിയ വാക്കെല്ലാം തനിത്തി റസൂലി ആശബെത്ത് മുർസലി പ്രധാന റഫീഖായ സിദ്ദീഖെ വിളിത്ത് എന്നിലേക്ക് താങ്ങിടില്ല ബീഗമേ കൊതി നികത്തി വീടരാക്കി കെട്ടുവാനുള്ള കൊതി കുലം മതിത്ത് എന്നിലേക്ക് താങ്ങിടില്ല ബീഗമേ കൊതി നികത്തി വീടരായി കിട്ടുവാനുള്ള കൊതി കുലം മതിത്ത് പൊന്നിലും പൊന്നാരമിൽ തെളിവായ മുത്ത് മുഹമ്മദാരെ പൂരണർ സകലോർക്ക് മുൻ പ്രഭൂവരായ മുസമ്മിലാരെ മന്നവർ നബിദീനിൽ മുന്നമേ വന്നവർ മകളാണ് നൂറെ മംഗകൾ സകലത്തിലും മാണിക്യമോ മറ്റെന്തു ചേലേ പൊന്നിലും പൊന്നാരമിൽ തെളിവായ മുത്ത് മുഹമ്മദാരെ പൂരണർ സകലോർക്ക് മുൻ പ്രഭൂവരായ മുസമ്മിലാരെ മന്നവർ നബിദീനിൽ മുന്നമേ വന്നവർ മകളാണ് നൂറെ മംഗകൾ സകലത്തിലും മാണിക്യമോ മറ്റെന്തു ചേലേ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي برحمتك يا أرحم الراحمين. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഇസ്ലാമിക് സെന്ററിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, പ്രിയ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, ഉപ്പമാരെ, ഉമ്മമാരെ, പിഞ്ചോമനകളെ,
ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര സമുദായാംഗങ്ങൾക്ക് ഹൃദ്യമായ അഭിവാദനങ്ങൾ. VC അഹമ്മദ് ഹാജിയുടെ നാമധേയത്തിലുള്ള പ്രകീർത്തനങ്ങളുടെ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ പ്രൗഢോജ്വലമായ ഈ സംരംഭത്തിൽ സംബന്ധിക്കുവാൻ സൗഭാഗ്യം സമ്മാനിച്ച സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന് നമുക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇസ്ലാമിക് സെന്ററിന്റെ 3ാം വാർഷികമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 3ാം വാർഷികമാണെങ്കിലും ഒരു 30 വർഷത്തെ പ്രവർത്തന പ്രതീതിയിലൂടെയാണ് ഈ സംഘം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ നമുക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ആമുഖ ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. തുടങ്ങാൻ അല്പം ലേറ്റായിട്ടുണ്ട്. കൂടുതലൊന്നുമില്ല, 8:88 അത്ര ആയിട്ടുള്ളൂ അല്ലെ? സമയം നോക്കി 8:88 അല്ലൂ. നരിക്കനി പാലോളിത്താഴം പ്രദേശത്തേക്ക് വരുമ്പോ എനിക്കേറെ അഭിമാനം തോന്നുകയാണ്. 21 വർഷക്കാലമായി ഹാരിസ് നരിക്കനി എന്ന പ്രിയപ്പെട്ട ഗായകൻ ഞങ്ങൾ ഒന്നിച്ച് പല വേദികളും പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അഭിമാനം തോന്നുകയാണ് ഈ പേര് കേൾക്കുമ്പോൾ. നരിക്കുനി പ്രദേശം പാലോളിത്താഴക്കൽ പെടുകയല്ലോ. എവിടെ ചെന്നാലും നരിക്കുനിക്കാരനാണോ നിങ്ങളിവിടെ പാടുന്നത് എന്നാരും ഇതുവരെ ചോദിച്ചിട്ടില്ല. നരിക്കുനിക്കാരൻ വേണം ഞങ്ങൾക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ കൂടെയുള്ളതെന്ന് സയ്യിദ് മൽഹർ തങ്ങളാണ്. അക്യുപഞ്ചർ ഡോക്ടർ കൂടിയാണ്. എളറ്റിൽ വട്ടോളിയിൽ കൺസൾട്ടിംഗ് ഉണ്ട് അദ്ദേഹത്തിന്. കുറെ വർഷക്കാലമായി ഞങ്ങൾ ഒന്നിച്ച് പല വേദികളും പങ്കിടുകയാണ്. മറ്റൊന്ന് യാസിർ ചളിക്കോടാണ്. ഈ കലാരംഗത്ത് ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റിന്റെ അധ്യാപകനായി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായ ഗായകൻ യാസിർ ചളിക്കോട്. എല്ലാം കൊണ്ടും ഈ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തിലെ ഈ സംഗമത്തിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ അതിനേക്കാളുപരി ഒരു പുരുഷായുസിന്റെ സായാഹ്നം വരെ നിസ്തുലമായ സേവനത്തിലൂടെ ദീനീ മേഖലയിൽ പ്രഭചൊരിഞ്ഞുകൊണ്ട് കടന്നുപോയ മഹാരഥനായ ഉസ്താദ് അവർകളുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. പാറന്നൂർ ഉസ്താദ്. ആ പേര് പറയുമ്പോൾ തന്നെ നമുക്കേറെ അഭിമാനമാണ്, ആനന്ദമാണ്, അന്തസ്സാണ്. ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ സിയാറത്ത് കഴിഞ്ഞാ വരുന്നത്. ഞാൻ ഓർത്തു പോവുകയാണ്. അന്നൊരിക്കൽ ആ വീട്ടിൽ ഞാൻ എന്റെ കൊച്ചു വണ്ടിയുമായിട്ട് വന്നപ്പോ, ഒരു ഫംഗ്ഷന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോ ഞാൻ ആ മഹാരഥന്റെ വീട്ടിന്റെ കോലായിൽ ഇരിക്കുകയാണ്. അകത്തളത്തിൽ വെച്ചിട്ട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാ കുട്ടികൾക്ക് വേണ്ടി ഉസ്താദ് അവർക്ക്. ഇടയ്ക്കൊരു ഫോൺ വന്നപ്പോ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ആ ഫോൺ അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ അകത്തളത്തിലുള്ള ഒരു വിദ്യാർത്ഥി, ഒരു മുത്താലിം നേരെ വന്നിട്ട് എന്നെ വിളിച്ചു, PKC നിങ്ങളോട് കോലായിലേക്ക് കയറിയിരിക്കാൻ. അത്ഭുതപ്പെട്ടു പോയി. ആ അകത്തളത്തിൽ വെച്ചിട്ട് എന്നെ ഒരിക്കലും ആ മുറ്റത്തേക്ക് ആ ഉസ്താദ് കാണുകയില്ല. പക്ഷെ ആ കണ്ടത് അകക്കണ്ണുകൊണ്ടായിരുന്നു. ഏറെ അത്ഭുതങ്ങൾ, കറാമത്തുകൾ കാണിച്ചുകൊണ്ട് നമ്മോട് വിട പറഞ്ഞു പോയ മഹാരഥന്റെ നാട്ടില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു സാലിഹായ കർമ്മമാക്കി തെരുമാറാകട്ടെ. ഭാരതന്മാരായ പണ്ഡിതന്മാരെയും അഹ്ലു ബൈത്തിനെയൊക്കെ സ്നേഹിക്കുന്നതിന്റെ ആ ഒരു ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ, അതോടൊപ്പം നമ്മുടെ ജീവിത മേഖലകളിലൊക്കെ അല്ലാഹു തആല ഉന്നത വിജയവും ബറക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കഥ നീതിപീഠത്തിലെ നിരപരാധി. പ്രശാന്ത സുന്ദരമായ മദീന ഈത്തപ്പനത്തോപ്പുകളാലും മുന്തിരിവള്ളിപ്പടർപ്പുകളാലും കമനീയമായ മദീന. ആ മദീനയുടെ മാറിടത്തിലിരുന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബത്ത് കിറാമിന് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാ.
ലാളിത്യം തുളുമ്പുന്ന, ഗാംഭീര്യം നിറഞ്ഞു നിൽക്കുന്ന ആ പാഠശാലയിൽ നൂറുകണക്കിന് സ്വഹാബത്തെ കിറാം ഇരിക്കുന്നുണ്ട്. ഈത്തപ്പന ഓലകളെ തലോടിയെത്തുന്ന മന്ദമാരുതന്റെ സുഖാനുഭൂതിയിൽ അഷ്റഫുൽ ഹൽക്കിന്റെ അധരങ്ങളിൽ നിന്നും നിർഗളിക്കുന്ന ഇസ്ലാമിന്റെ വചനങ്ങൾ സശ്രദ്ധം ശപിച്ചുകൊണ്ടിരിക്കുക ആ സ്വഹാബത്തെ കിറാമൊക്കെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു സീറ്റ് കൊടുക്കും, ഇരിക്കൂ. കുറച്ച് ലേറ്റായി പോയി. ആരാണ് ആ വന്ന മനുഷ്യൻ? ആ സഹാബി ആരാണ്? സബലഗന സകലവും പ്രശംസ സിദ്ധി ആബിദേ, സുഖം സുമുഖ സുന്ദര ശരീര സുഷമ ആബിദേ, സീനത്തിൻ സവിശദ നിശയിൽ ശംസ് നസ്ല് ആബിദേ, സുവർണ സന്നിധം കുസുമ സൽവസന്തം ആബിദേ. മഹാനായ ആബിദ് തങ്ങളാ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഒരു സഹാബത്തെ കിറാമിനെ പോലെ തന്നെ ഔന്നത്യം സിദ്ധിച്ച മഹാരഥ ആ മഹാനായ ആബിദ് തങ്ങളെ സദസ്സിലേക്ക് വന്നങ്ങിരുന്നപ്പോ ആരംഭ റസൂല് ആ സദസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹാബത്തെ, 4 പേർക്കാണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ സൗന്ദര്യം നൽകിയത്. 4 പേർക്ക്. പാരിസൊക്കെ ആലോചിക്കുക, 4ൽ ഒരാൾ ഞാനാണോ? നമ്മൾ ആലോചിക്കാൻ നമ്മളാണോ എന്ന്. ആരെ ഈ 4 പേര്? ആരംഭ റസൂൽ പറഞ്ഞു, പ്രിയപ്പെട്ട സഹാബത്തെ, ആറ്റൽ നബി മുത്ത് ത്വഹ റസൂലും, ആദം നബി പിന്നെ യൂസുഫ് നബിയും. ആറ്റൽ നബി മുത്ത് ത്വഹ റസൂലും, ആദം നബി പിന്നെ യൂസുഫ് നബിയും. ആകെ മശഹൂറാം ഫളുൽ ആബിദും, അല്ലാഹ് കനിഞ്ഞേകി സീനത്താകെയും. ആറ്റൽ നബി മുത്ത് ത്വഹ റസൂലും, ആദം നബി പിന്നെ യൂസുഫ് നബിയും. പിന്നെ മാനവരിൽ നൽകി ഖാലിഖ് മുന്നേ അഴകാലെ ലോകം പടൈത്ത്. പിന്നെ മാനവരിൽ നൽകി ഖാലിഖ് മുന്നേ അഴകാലെ ലോകം പടൈത്ത്. എത്ര ഭിന്നമാം സൃഷ്ടി വൈഭവം എല്ലാം ഉടയോന്റെ ഉരുളത്തല്ലോ. ആറ്റൽ നബി മുത്ത് ത്വഹ റസൂലും, ആദം നബി പിന്നെ യൂസുഫ് നബിയും. ഏറ്റവും കൂടുതൽ സ്വന്തം നമുക്കറിയാം ആരംഭ റസൂലിനാണ്. നമുക്കറിയാം ആദം നബിക്ക് യൂസുഫ് നബിക്കും ഒക്കെ അള്ളാഹു സൗന്ദര്യം നൽകി. 4ാമതായി അള്ളാഹു ആ സൗന്ദര്യം നൽകിയത് മഹാനായ ഫളുൽ ആബിദ് തങ്ങൾക്ക്. ഇപ്പൊ ഈ സദസ്സിലേക്ക് വന്ന്, അല്ലെങ്കിൽ ആ സദസ്സിലേക്ക് വന്ന് കടന്നിരുന്ന മഹാരഥൻ. പിന്നെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. സദസ്സിന്റെ മുൻവശത്തിന്റെ അലിയാർ തങ്ങൾ, മഹാന അലിയാർ തങ്ങളെ തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു, തന്റെ അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് ആ ചുമലിൽ കൈവച്ചു. അലിയാർ തങ്ങൾ ആ മാറിലേക്ക് ചേർത്ത് പിടിച്ചു തന്റെ ജമാതാവിനെ. തന്റെ മോളെ ഭർത്താവാണല്ലോ, ഫാത്തിമാബിയുടെ ഭർത്താവാണല്ലോ, പൊന്നു അലിയാർ തങ്ങൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ സദസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വീണ്ടും. എന്നിട്ട് അലിയാർ ചുമലിൽ കൈവച്ചതോടുകൂടി പറഞ്ഞു, അലി, ഒരു വസിയത്തുണ്ട്, ഒരു വസിയത്തുണ്ട്. എന്താണ് ആ വസിയത്ത്? പറയാം പ്രിയപ്പെട്ട അലി. ഭാവിയിലന്നൊരു കാലം വരുന്ന്, ഭരണം കടക്കും ഫാറൂഖന്ന്, ഭാസുരമായൊരു ജീവിതമാണ് വിജയം വരിക്കുന്നേ. അന്ന് വിനിതമായോ ലാഭത്തിൽ പകല് കുടുങ്ങുന്നേ. ഭാവിയിലന്നൊരു കാലം വരുന്ന്, ഭരണം നടത്തും ഫാറൂഖന്ന്, ഭാസുരമായൊരു ജീവിതമാണ് വിജയം വരിക്കുന്നേ. അന്ന്
വിവിധമായോരാപത്തിൽ പതില് കൊടുങ്ങുന്നേ. ഇടത്തുകളി അല്ലാ പതിക്കുമ്പോൾ വിജയജലത്തിനു ദാഹിക്കുമ്പോൾ വലിയൊരു ദുഃഖം താങ്ങാനാവാതാകെ തകരുമ്പോൾ വീരപ്പുലിയലിയാരുടെ കരമിൽ രക്ഷ വിധിച്ചല്ല. ഭാവിയിലന്നൊരു കാലം വരുന്ന് ഭരണം നടത്തും ഫാറൂഖ്. ഭാസുരമായൊരു ജീവിതമാല് വിജയം വരിക്കുന്നു. അന്ന് വിവിധമായോരാപത്തി പകല് കുടുങ്ങുന്നേ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വരുമ്പോ ആ ഒരു കാലഘട്ടത്തിൽ, സുവർണമായ കാലഘട്ടത്തിൽ മഹാനായ ആബിദ് തങ്ങൾക്ക് വലിയൊരു വിഷമം വരാൻ പോവുക. ഒരാപത്തിൽ മഹാനവറുകൾ അകപ്പെടാൻ പോവുക. ഒരാപൽ ഘട്ടത്തിൽ അകപ്പെടുമ്പോ പ്രിയപ്പെട്ട അലി എന്നവരെ നിങ്ങളെ കൈകൊണ്ടാണ് അള്ളാഹു മഹാരഥന്മാർക്ക്, മഹാനായ ആബിദ് തങ്ങൾക്ക് രക്ഷ വിധിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു പ്രവചനമാണത്. മഹാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. ഉസ്മാൻ തങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. മഹാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊല ചെയ്യപ്പെടുക. റസൂലിന്റെ പ്രവചനമാണ്. ഈ ഒരു ആബിദ് തങ്ങളെ പറ്റി ഇത് കേട്ടപ്പോ സദസ്സാകെ ബേജാറായി. എല്ലാവരും റസൂലിന്റെ മുഖത്തേക്ക് നോക്കുക, ഇനി എന്താ പറയാൻ പോകുന്നത്. പിന്നൊന്നും അതിനെപ്പറ്റി പറഞ്ഞില്ല. സദസ്സിലാകെ മൂകത തളം കെട്ടി നിൽക്കുക. അത്ഭുതവും അമ്പരപ്പും അവരെ കീഴടക്കി. എന്തായിരിക്കും അന്ന് ആ കാലഘട്ടത്തിൽ മഹാനായ ആബിദ് തങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്ത്? ആരാ പറഞ്ഞൊരിക്കലും കളവാകൂല. ലോകത്തിന്റെ വിധാതാവായ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് തങ്ങളാ പറഞ്ഞത്. അന്നൊരിക്കൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് തന്റെ കുടുംബക്കാരെ, നാട്ടുകാരെ, നേതാക്കന്മാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, ചോദിച്ചിട്ടില്ലേ, കൂട്ടുകാരെ, നേതാക്കന്മാരെ, ഈ പർവ്വതത്തിന്റെ അങ്ങപ്പുറത്തു നിന്നും നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വലിയൊരു സൈന്യം വരുന്നെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അൽ അമീൻ, കറക്റ്റ്, നേര്, സത്യം, ഞങ്ങൾ വിശ്വസിക്കും. അബുൽ ഹക്കം അടക്കം, അബുൽ ഹക്കം എന്ന് പറഞ്ഞ മുമ്പിൽ നോക്കുക, ഏതാ അബുൽ ഹക്കം? അവന്റെ ചൽക്കോളുമുള്ള ആളാണോ? അബൂജഹൽ അടക്കമുള്ള നേതാക്കന്മാർ ആ ഒരു സത്യം സമ്മതിച്ചെങ്കിലും പിന്നീട് കാലം മാറിയിട്ടുണ്ട്, നമുക്കറിയാം. ഒരിക്കലും അബുൽ ഹക്കമേ ആരംഭ റസൂലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നമ്മളൊക്കെ പലരെയും ക്ഷണിക്കാറുണ്ട്. ഇപ്പൊ ആരിസോണിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പരിപാടി കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് ഉണ്ടാകുക. ഓക്കെ, ആ അബുൽ ഹക്കം റസൂലിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് റസൂല് വരാനാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ? തന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒന്ന് സെറ്റപ്പാക്കി നിർത്തി. എന്തിനു വേണ്ടി? നേരത്തെ തയ്യാറാക്കിയ ഒരു കുഴിയുണ്ട് തന്റെ കൊട്ടാരത്തിലേക്ക്. നമ്മളെ കൊട്ടാരം എവിടെ നമുക്കറിയാം. അപ്പം ടോയ്ലറ്റുകളൊക്കെ ഉള്ള സ്ഥാനം, ഹറമിന്റെ പള്ളിന്റെ തൊട്ടപ്പുറത്ത് ടോയ്ലറ്റുകളുടെ സ്ഥലത്താണ് അബുൽ ഹക്കമിന്റെ കൊട്ടാരം ഉണ്ടായിരുന്നത്, നമുക്കറിയാം. റസൂല് വരുന്ന ആ വഴിയുടെ മധ്യത്തിൽ വലിയൊരു കുഴിയുണ്ടാക്കി. എന്നിട്ട് ആ കുഴി ഈത്തപ്പന ഓല കൊണ്ട് മൂടി വെച്ച് അതിന്റെ മുകളിൽ മണൽത്തരികൾ നിറച്ചു വെച്ച് അവിടെ ഒരു കുഴിയുണ്ട് എന്ന് ആരും ധരിക്കുക. ആ രൂപത്തിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ നിൽക്കുക. എന്തേ പ്ലാന്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ കുഴിയിൽ വീഴും. വീണ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എറിഞ്ഞിട്ടങ്ങോട്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്യോഗസ്ഥന്മാരുള്ള ഓർഡർ. അതനുസരിച്ച് ഓരോരുത്തർ വലിയ കല്ലും വടിയും ഈത്തപ്പന മട്ടലും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക നാല് ഭാഗത്തും. അപ്പോഴാണ് ആരംഭ റസൂൽ അങ്ങനെ വരിക. നടന്നങ്ങനെ വരുമ്പോ അബുൽ ഹക്കം തന്റെ കൊട്ടാരത്തിന്റെ കസേരയിൽ ഇരുന്നിട്ട് അങ്ങനെ നോക്കുക, വികുന്ന രംഗം. ഉദ്യോഗസ്ഥന്മാരങ്ങനെ എറിയാൻ കാത്തിക്കുക, വല്ലാത്ത രംഗാത്. അങ്ങനെ വന്ന് ഏകദേശം കുഴിയുടെ അടുത്തെത്തിയപ്പോയാ സ്റ്റോപ്പ്, നിൽക്കൂ നബിയെ, നിൽക്കൂ. ഉടനെ വഹി മലിക് ജിബ്രായിൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, തിരിക്കണം, പോകണം പിന്നോട്ട്. റസൂലുള്ളാഹി നേരെ പിന്നോട്ടങ്ങ് നടക്കുമ്പോഴാണ് അബുൽ ഹക്കം അങ്ങനെ നോക്കിക്കേ, മുഹമ്മദ് ഇങ്ങോട്ടല്ലേ വരുന്നാണല്ലോ, വന്നതാണല്ലോ, പോയതാണല്ലോ, പോകെ വരികയെ, ഒന്നും മനസ്സിലാകുന്നില്ല. ഉടനെ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു, ഒരൊറ്റ ഓട്ട. മുഹമ്മദേ നിൽക്കൂ.
എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം ഓടുമ്പോ താൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച കുഴി അബുൽ ഹക്കം കണ്ടിട്ടില്ല. ആ കുഴിയിലേക്ക് മൂപ്പര് ആ കുഴിയിലേക്ക് അയാളങ്ങോട്ട് വീണപ്പോ ആരാ വീണെന്ന് പിന്നെ ആരും നോക്കിയിട്ടില്ല. പിന്നെ അവര് വന്നിട്ട് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരെല്ലാരും കയ്യിലുള്ള വടിയും കല്ലൊക്കെ കൊണ്ടിട്ട് ഏറാ കുഴിയിലേക്ക് ഏറിക്കൊണ്ടിട്ട് മനുഷ്യനങ്ങനെ പൊളഞ്ഞ് കളിക്കായി കുഴിയുന്ന്. കൂട്ടരെ ഞാനാ, എന്ത് ഞാനാ, നീ എന്നാ വേണ്ടത്, വീണ്ടും അറിയ അങ്ങ് ഏറാ വീണ്ടും. അപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് നാട്ടുകാരെ കൂട്ടുകാരെ മാറി നിൽക്കട, ഇത് നമ്മളെ നേതാവാ. അപ്പോഴാണ് അബുൽ ഹക്കം ആ കുഴിയിലുള്ളത് നബിയല്ല എന്ന് മനസ്സിലായത്. ഈ സാധനം ഏറെ കൊണ്ടിട്ട് അങ്ങനെ രക്തൊലിച്ചങ്ങനെ നിൽക്കുക. കൊണ്ടുവന്നൊരു കയറുണ്ടോ? കയറി പറ്റൂല, അതിന് നാവിൽ തടിയാൻ ഒരു തടിച്ചിട്ടൊരു മനുഷ്യനാ, അയാൾ കയറൂല. വീണ്ടും കയറുകൾ കൊണ്ടുവന്നു ആ കുഴിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ കൊണ്ടുപോയി കിടത്തി. ഭാര്യ വന്ന് ചോദിക്കുക, എങ്ങനെയുണ്ട്? മുഹമ്മദിന് കിട്ടിയാൽ കുഴിയിൽ തള്ളിടാൻ നോക്കി, നിങ്ങളിപ്പോ കുഴിയിൽ വീണ് താൻ കുഴിച്ചതിൽ താൻ തന്നെ വീണില്ലേ? അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏതായാലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലും ജീവിച്ചു. ഒരുപാട് 63 വർഷക്കാലം ജീവിച്ചു. അവിടുന്ന് യാത്ര ചോദിച്ചു. പിന്നെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖ് തങ്ങൾ വന്നു. മുത്തറസൂൽ നയിച്ച അതേ പാതയിൽ ഭരണം നടത്തി. മഹാനവറുകളും ലോകത്തോട് യാത്ര ചോദിച്ചപ്പോ പിന്നെ അതാ ആ സുവർണ കാലഘട്ടം പ്രവചനം വന്നല്ലോ, മരുഭൂമി വിജയത്തിൻ ശോഭ പരന്നല്ലോ, മുത്തുറസൂലിന്റെ പ്രവചനം വന്നല്ലോ, മരുഭൂമി വിജയത്തിൻ ശോഭ പരന്നല്ലോ, മുന്തിയ ഭരണവും മനുവരിലല്ലോ, മഹിതങ്ങൾ അനുദീനം എങ്ങും നിറഞ്ഞല്ലോ, മദീന സുൽത്താന്റെ ഭരണത്തിലേറെയും മർത്തേരും സന്തോഷ പൂരിതമാകയും, മദീന സുൽത്താന്റെ ഭരണത്തിലേറെയും മർത്തേരും സന്തോഷ പൂരിതമാകയും, അമീറുൽ മുഅ്മിനീൻ പിതാനവും ആകെയും ലോകവും വാഴ്ത്തുന്ന നേതാവും മുത്തുറസൂലിന്റെ പ്രവചനം വന്നല്ലോ, മരുഭൂമി വിജയത്തിൻ ശോഭ പരന്നല്ലോ, മുന്തിയ ഭരണവും മനുവരിലല്ലോ, മഹിതങ്ങൾ അനുദീനം എങ്ങും നിറഞ്ഞല്ലോ. ക്രിസ്താബ്ദം 634 ആഗസ്റ്റ് മാസം ഹിജ്റ 13 ജമാദുല്ലാഹ് 22 മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി. ഏകദേശം 30 ലക്ഷം കിലോമീറ്റർ വിസ്തീർണമുള്ള പ്രവിശാലമായ രാജ്യത്തിന്റെ ഭരണാധിപൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധാരണ അള്ളാഹുവിന്റെ മസ്ജിദിന്റെ മുരാലങ്ങളിൽ നിന്നും ബാങ്കിന്റെ വിളിയാളം ഉയർന്നു. എല്ലാവരും പള്ളിയിലേക്ക് പോവുകയാണ്. മഹാനായ ആബിദ് തങ്ങളും പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തില. വളരെ സ്പീഡിൽ ആ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. താനങ്ങ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. സാധാരണ പോലെ വളരെ സ്പീഡിലാ പോകാറുള്ളത്. അപ്പോഴാണ് എന്തൊരു പെണ്ണുങ്ങളാടുന്നെങ്ങനെ ആളുകൾ ശ്രദ്ധിക്കുകയാ. ആ വഴിയിൽ ഒരു പെൺകുട്ടിയെ മഹാനായ ആബിദ് തങ്ങൾ മുമ്പോട്ട് നീങ്ങി ആ ഭാഗമൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ തന്റെ ആ വഴിയുടെ ആ പെൺകുട്ടിയെ അടുത്തെത്തിയപ്പോ മഹാനവറുകൾ ഒരു നിമിഷം, ഏതായി പെണ്ണ്, നീ ആരാ? ആ പെൺകുട്ടി അല്പോട് മുമ്പോട്ടൊന്ന് മഹാനെ തന്നെ നോക്കുക. ഇത് മനുഷ്യനാണോ, മാലാഖയാണോ, ജിന്നാണോ എന്നൊക്കെ അങ്ങനെ നോക്കുമ്പോ
ഒരൽപ്പോടിയും സ്വരമുയർത്തിയിട്ട് മഹാൻ പറഞ്ഞു, പെണ്ണെ വഴിയിന്ന് മാറി നിൽക്കുവോ? മാറി നിൽക്കാം. നിങ്ങൾ ആരാ? നിങ്ങൾ എവിടേക്ക് പോകുന്നു? നിങ്ങളെ പേരെന്താണ്? മഹാൻ പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ് പെണ്ണെ, ജമാഅത്ത് ഇപ്പൊ തുടങ്ങും. എന്റെ പേര് ഫളുൽ ആബിദ എന്നാണ്. ഫളുൽ ആബിദോ? ഈ ഒരു രൂപം, ഇത്രയും സൗന്ദര്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു മനുഷ്യന്റെ രൂപത്തിനനുസരിച്ചുള്ള ഈ പേരും ആര് നൽകിയതാ? പേര് മുമ്പ് ഇങ്ങനെ മലപ്പുറത്തൊരു പരിപാടിക്ക് പോയപ്പോ സംഘാടകര് ഏറെ ആൾക്കാരെ പേരും, കുറെ ആൾക്കാരെ പേര് കോയ എന്നാണ്. ഉസ്സങ്കോയ, അസ്സങ്കോയ, പിന്നെ ബീരാങ്കോയ, അങ്ങനെ ഒരുപാട് കോയകൾ തന്നെ അങ്ങനെ ഉണ്ടാവില്ല മലപ്പുറത്തുള്ള സ്ഥലത്ത്. അപ്പൊ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോദിച്ചപ്പോ അങ്ങനെ കോയ എന്നുള്ള പേര് എന്നെ കൊടുത്തെന്ന്. അപ്പൊ സംഘാടകൻ പറഞ്ഞത്, ഉച്ചക്ക് പ്രസവിക്കപ്പെട്ട ആളാണെങ്കിൽ ഉസ്സങ്കോയ എന്നാ ഞങ്ങൾ പേര് കൊടുക്കുക. അസറിന്റെ സമയത്താണെങ്കിൽ അസ്സങ്കോയ എന്നാ, മഗ്‌രിബിന്റെ സമയത്ത് മായിങ്കോയ, രാത്രി രായങ്കോയ, ഇതൊന്നും അല്ലാത്ത പകലിന്റെ സമയത്താ പഹയങ്കോയ. അങ്ങനെ പേരുകൾ ഉണ്ടാവും. മഹാനായ ആബിദ് തങ്ങൾ തന്റെ പേര് പറഞ്ഞപ്പോ വല്ലാത്തൊരു പേരായി തോന്നി. ഒരൽപ്പോഴും മുമ്പോട്ട് നിന്നു. ജാരിയ പറഞ്ഞു, ആബിദ് എന്ന പേര്, ഇത് വല്ലാത്ത രൂപ. ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് സമ്പന്നയാണ് ഞാൻ, അഴകിനൊരു കുറവില്ല, അടിമകൾ ഒരുപാടുണ്ട്, ഒന്നിനൊരു കുറവ് വന്നില്ല. ഇതുപോലൊരു മനുഷ്യൻ എന്റെ ഇണയായി, തുണയായി, സുൽത്താനായിടും എൻ മഹബൂബാബീരേ, നിന്നയോർത്തു ഞാൻ കനവിൽ നീ മാത്രം, എന്നിനവിൽ നീ മാത്രം, എൻ പ്രിയനായി തീർന്നിടാ കാത്തിരിപ്പു ഞാൻ, അഴകിൽ ലോകത്ത് സുൽത്താനായി വാണിടും എൻ മഹബൂബാബീരേ, നിന്നയോർത്തു ഞാൻ. ആബിദേ നീ എൻ കരുണല്ലേ, പൊന്നേ ആബിദേ നീ എൻ കരുണല്ലേ, എൻ മാനസ പൊന്നിണയിൽ നീന്തും കഴകല്ലേ, അരികിൽ നീ പോരൂ ഞാനാദിൻ സൗജ, അരികിൽ നീ പോരൂ ഞാനാദിൻ സൗജ, അഴകിൽ ലോകത്ത് സുൽത്താനായി വാണിടും എൻ മഹബൂബാബീദേ, നിന്നയോർത്തു ഞാൻ കനവിൽ നീ മാത്രം, എന്നിനവിൽ നീ മാത്രം, എൻ പ്രിയനായി തീർന്നിടാൻ കാത്തിരിപ്പു ഞാൻ. ആബിദേ, എന്റെ ആഗ്രഹം ഇത് മാത്രമാണ്. മഹാൻ പറഞ്ഞു, പെണ്ണെ ഞാൻ പള്ളിയിലേക്ക് പോകട്ടെ, നിസ്കാരത്തിൽ പങ്കെടുക്കട്ടെ. ഇപ്പൊ പോയിക്കോ എന്ന് പറഞ്ഞ് ആബിദ് തങ്ങൾ പള്ളിയിൽ പോയി അസറിന്റെ ജമാഅത്തിൽ പങ്കെടുത്തു. അവിടെ തന്നെ ഇരുന്നു. ഈ പെൺകുട്ടി മഹാനെയും പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കുകയാ. വഴിയോരത്ത് തന്നെ ഒരു നിമിഷം ഒരൽപ്പം ഒരു ഭാഗത്തേക്ക് മാറിയില്ല. പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നതും പ്രതീക്ഷിച്ചങ്ങനെ നിൽക്കുക. ഏറെ സമയം കഴിഞ്ഞു. സായാഹ്നായി സമയം. പറവകൾ കൂടെ ലക്ഷ്യമാക്കി പാറി അകലുകയാ. ഇരുട്ട് പകലിന് ആവരണം ചെയ്ത് തുടങ്ങുക. രാത്രിയാകുക. ഇനിവിടെ നിൽക്കണ്ട. ആ പെൺകുട്ടി തന്റെ വീട്ടിൽ പോയി. ഭക്ഷണമൊന്നുമില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലുമില്ല. അങ്ങനെ തന്റെ മെത്തയിൽ കിടന്ന് ഉറക്കില്ലാത്തൊരവസ്ഥയിൽ തിരിഞ്ഞും മറിഞ്ഞും ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടി എഴുന്നേൽക്കും. എന്നിട്ട് നോക്കും, ആബിദ് വരുന്നുണ്ടോ, ഈ വഴിയിലൂടെ പോകുന്നുണ്ടോ. ആബിദിനെ മടക്കുന്നത് പോലെ ആ കണ്ട അതേ രൂപോ, അതേ സംസാരോ, എന്റെ പേര് ആബിദ് പറഞ്ഞ സ്വരോ കർണപുടങ്ങളിൽ അലച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ആ ജാരിയാക്ക് അങ്ങനെ തോന്നുക. ആ മെത്തയിൽ നിന്നേറ്റു. പാതി തുറന്നിട്ടിരിക്കുന്ന ജനലഴികളിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. ആബിദ് ആ വഴിക്ക് പോകുന്നുണ്ടോ? പ്രശാന്ത സുന്ദരമായ ആകാശത്ത് നക്ഷത്രങ്ങൾ പൂത്തിരി കത്തിച്ചിരിക്കുക. അവയുടെ മധ്യത്തിലതാ സൂര്യൻ നിന്നിട്ട് കടമെടുത്തിട്ട് പ്രകാശം വരുത്തുന്ന ചന്ദ്രബിംബോ.
എങ്ങു നിന്നോ വിരഹത്താൽ വിലപിക്കുന്ന രാപ്പാടികൾ സമയം മാത്രം, സൗണ്ട് മാത്രം വരുന്നുണ്ടോ? അപ്പോഴാണ് ആ ഭാഗത്തിലൂടെ ഒരു മനുഷ്യരൂപം നടന്നു വരിക. ആബിദ് തന്നെ, അവളുടെ പ്രതീക്ഷ ആബിദ് തന്നെയാ. ആ മനുഷ്യൻ അവളുടെ വീടിന്റെ പരിസരത്തേക്ക് അടുത്തടുത്ത് വരികയാ. അവൾ ശ്രദ്ധിച്ചു, ആബിദല്ല. ആ മനുഷ്യൻ ആരാ? ആ മനുഷ്യനാണ് ഖലീഫ ഉമറുൽ ഫാറൂഖ്. ഒരു നിമിഷം അവളുടെ ആ മുഖം താഴ്ന്നുപോയി, ജനലൈകൾ ആ ഭാഗത്തേക്ക് ഇരുന്നു പോയി. ഉമറാന്ന് കണ്ടപ്പോ ഞെട്ടിത്തെറിച്ചു പോയി. ഉമറുൽ ഫാറൂഖിന് അങ്ങനെയാണല്ലോ, നമ്മൾ നേരത്തെയൊക്കെ പറയാറില്ലേ, ഉമറുൽ ഫാറൂഖ് പള്ളിയിലേക്ക് പോകുമ്പോൾ പറയാറുണ്ട്, പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഇബ്ലീസ് അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സംഭവം, ഇബ്ലീസ് പറഞ്ഞു ഉമർന്നവരെ നിൽക്ക്, പെണ്ണുങ്ങൾ ഉരലിലിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാവാറില്ല, അത് എവിടുന്നാണ്? നമ്മളാണങ്ങനെ ആലോചിക്കും. ഉമറുൽ ഫാറൂഖ് തന്റെ കൈ ഉയർത്തി ഒറ്റയടിയായി ഇബ്ലീസിന്റെ കരണക്കുറ്റിക്ക് എന്നിട്ട് ചോദിച്ചല്ലോ, ഒപ്പം ഒരൊച്ചല്ലായിരുന്നോ, അതെവിടുന്നാ നിന്റെ മുഖത്തൊന്നും എന്റെ കൈമന്നോന്ന്? ഞാൻ പോട്ടെ ടാറ്റാന്നും പറഞ്ഞു. ടാറ്റ ഇബ്ലീസിന്റെയിൽപ്പെട്ട ഇബ്ലീസ് അങ്ങ് പോയതാ. ഉമർ എന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു ആരും ഒന്ന് കിട്ടുകിട്ടാവർ. ഈ പെൺകുട്ടി ഇരുന്നു പോയി തന്റെ സീറ്റിലേക്ക്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നാനാഭാഗവും ശ്രദ്ധിക്കുകയായി. പെൺകുട്ടിക്കറിയാ ആരോ ഉറങ്ങാത്തവരുണ്ടോ, ആർക്കെങ്കിലും ഭക്ഷണം കിട്ടാത്തവരുണ്ടോ, ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടോ എന്നറിയാൻ വേണ്ടി രാത്രി സമയത്ത് അങ്ങനെ നടക്കുകയാ തന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി. പതിവ് പോലെ പോകുന്ന ആ യാത്രയാ. മഹാനവറുകൾ മുമ്പോട്ട് നീങ്ങി അങ്ങകലേക്ക് നോക്കിയപ്പോഴാണ് ഇരുളിൻ ചുരുളുകൾ കീറി മുറിച്ചൊരു രക്തം ഒഴുകിയിടുന്നു മരുഭൂമി, അതിലൊരു കുടിൽ ഫാറൂഖിൻ ഗമനം. അന്ന് തിരുദേഹമെത്തിയവരിൽ കാര്യം തിരക്കുന്നേ. ഇരുളിൻ ചുരുളുകൾ കീറി മുറിച്ചൊരു രക്തം ഒഴുകിയിടുന്ന് മരുഭൂമി, അതിലൊരു കുടിലിൽ ഫാറൂഖിൻ ഗമനം. അന്ന് തിരുദേഹമെത്തിയവരിൽ കാര്യം തിരക്കുന്നേ. ഗുണമായുമറുടെ നിഗമനം അവിലവികളവാൽ കുടിലതിനുടമയും പൂര ചെയ്യുന്നവരുടെ ഹാജത്തിൻ പൊരുളൊന്നിച്ചു നേരം ഉയരോടെ ചെന്നു വിളിച്ചവർ വിളിയോടുന്നേ. ഇരുളിൻ ചുരുളുകൾ കീറി മുറിച്ചൊരു രക്തം ഒഴുകിയിടുന്ന് മരുഭൂമി, അതിലൊരു കുടിലിൽ ഫാറൂഖിൻ ഗമനം. അന്ന് തിരുദേഹമെത്തിയവരിൽ കാര്യം തിരക്കുന്നേ. മഹാനവറുകൾ കുറച്ചകലെത്തി. ആ ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് അങ്ങ് ദൂരെ ഒരു ചെറിയൊരു കുടിൽ. ആ കുടിലിന്റെ അകത്തളത്തിലുള്ള റാന്തലിന്റെ വെളിച്ചം തന്റെ കണ്ണിലേക്ക് വരിക. മഹാനവറുകൾ ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് നീ നോക്കുമ്പോ ആ കുടിലിന്റെ മുൻവശത്തുകൂടി അല്ലെങ്കിൽ ഉമ്മറത്തുകൂടി ഒരു മനുഷ്യൻ ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും അങ്ങനെ നടക്കുക. അദ്ദേഹത്തെ കാണുമ്പം തന്നെ മനസ്സിലാകും എന്തൊക്കെയോ ആവശ്യമുണ്ടെന്ന്. മെല്ലെ ചെന്ന് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്കളാരാ? ഒരൊറ്റ ശാസ്ത്രത്തിലാ. ഞാൻ ആരോ ആയിക്കോട്ടെ, എന്താ നിങ്ങൾക്ക് ആവശ്യം? എന്റെ ആവശ്യം ചോദിക്കാൻ നിങ്ങൾ ആരാ? പാതിരാത്രി എന്റെ വീട്ടിന്റെ പരിസരത്ത് വന്നിട്ട് ആവശ്യം ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ ആരായാലും നിങ്ങൾ ആവശ്യം എന്താ? അപ്പൊ വീടിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, മനുഷ്യ, എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിന്റെ ഈ അകത്തളത്തിൽ എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയ. അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടി, പരിരക്ഷിക്കാൻ വേണ്ടി ഒരു വയറ്റാട്ടി ആവശ്യമുണ്ട്, ഒരു പെണ്ണിന് ആവശ്യമുണ്ട്. നീ പെണ്ണല്ലല്ലോ, നിനക്ക് പോകാം. ഞാൻ പെണ്ണല്ല, എന്നാലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെയുമായി ഞാൻ ഇപ്പൊ വരാം. വരുവോ? അങ്ങനെ പലരും പറഞ്ഞു പോകാറുണ്ട്, പിന്നെ വരെ കാണാറുമില്ല. എന്നാ ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ തന്റെ വീട്ടിലേക്ക് ബൈത്തിലെത്തി ചൊല്ലിടുന്നേ, ബീബിയെ ഉണർത്തിടുന്നേ, പാതിരാവിൽ വേഗം നമ്മൾ കൂതി
കൂതിത്തിടണേ പാതിരാവിൽ വേഗം നമ്മൾ കൂതിത്തിടണേ ബൈത്തിലെത്തി ചൊല്ലിടുന്നേ ബീവിയെ ഉണർത്തിടുന്നേ പാതിരാവിൽ വേഗം നമ്മൾ കൂതിത്തിടണേ പാതിരാവിൽ വേഗം നമ്മൾ കൂതിത്തിടണേ അങ്ങകലെ കൂരയൊന്നി ആരുമില്ലാതെ കിടപ്പി അങ്ങകലെ കൂരയൊന്നി ആരുമില്ലാതെ കിടപ്പി നോവിടുന്ന പെണ്ണിനെന്ന് തുണയാവേണേ നോവിടുന്ന പെണ്ണിനിന്ന് തുണയാവേണേ ബൈത്തിലെത്തി ചൊല്ലിടുന്നേ ബീവിയെ ഉണർത്തിടുന്നേ പാതിരാവിൽ വേഗം നമ്മൾ കൂതിത്തിടണേ പാതിരാവിൽ വേഗം നമ്മൾ കൂതിത്തിടണേ ആ വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപൻ ചെന്ന് തന്റെ വീടിന്റെ ഡോറിൽ മുട്ടി. ഉമ്മു കുൽസൂം സഹധർമ്മിണി വന്ന് വീടിന്റെ ഡോറ് തുറന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം മടക്കി പ്രിയപ്പെട്ടവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി തൂകി അവിടുത്തെ വിയർപ്പ് കണങ്ങളൊക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു, എന്ത് വേണം മഹാനെ കുടിക്കാൻ? കുറെ സമയമായില്ലേ പോയിട്ട്, എന്താ കുടിക്കാൻ വേണ്ടത്, എന്താ കഴിക്കാൻ വേണ്ടത്? ആര് സെന്റ് ഓള് ചോദിക്കലുണ്ടോ? പാട്ടൊക്കെ പാടിയിട്ട് പെരേൽക്ക് എത്തുമ്പോ ലേറ്റ് ആകുമ്പോ ഉണ്ടോ? ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പ്രയാസങ്ങളാ വിടല്ലട്ടോ. പല ഭാഗത്തും ഒരൽപ്പം ലേറ്റായിട്ട് വീട്ടിൽ ചെന്നാ കോളിമ്പല്ലടിച്ചാ തുറക്കാൻ തന്നെ അരമണിക്കൂർ കഴിയും. ഇനി തുറന്നാ തന്നെ ഒരു ഭൂതത്തെ പോലെ നേർവിളിക്കും പോവും, പാതുരൻ കേറിയറും എന്നൊക്കെ പറഞ്ഞൊരു പോക്ക. എന്തൊക്കെ കഴിഞ്ഞ ദിവസം നമ്മള് മീഡിയകളിൽ അറിഞ്ഞു. ഭാര്യ ഭർത്തൃ ജീവിതം പ്രയാസ. ഒരു ഭർത്താവേ ഭാര്യന്റെ മേലിൽ പെട്രോൾ അങ്ങ് ഒഴിച്ച, പെട്രോൾ ഒഴിച്ചിട്ട് തീ അങ്ങ് കൊടുത്തപ്പോ ഏതായാലും മരിക്കാണ്. ഈ തീ കത്തുന്ന അതോടുകൂടി ഒറ്റ പിടുത്ത ആര്യനെ ഭർത്താവിനെയും കൂടിയും രണ്ടെണ്ണം കൂടിയാ മരിച്ചേ. അല്ല എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ തയ്യാണല്ലോ. ഇയാൾ രക്ഷപ്പെടാനുള്ള പ്ലാനായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാ അല്ലേ? മുമ്പൊരു ഭാര്യ പോറ്റുന്നൊരു പശു, ഏതായാലും പശുവിനെ നന്നായിട്ട് നോക്കി. ഒരു ദിവസം പശുവിനെ നോക്കിയേണ്ടൊക്കെ ഒരൊറ്റ ചവിട്ട. ആ ചവിട്ടോടുകൂടി ആ ഭാര്യ മരിച്ചും പോയി. നമ്മളെ നാട്ടിലൊന്നല്ല, ഇന്നെ നോക്കണ്ട. ഭാര്യ മരിച്ചു കണ്ടപ്പോ എന്താ, ഇയാളെ ആരും കാണുന്നില്ല എന്ന് കണ്ടപ്പോ ഒരൊറ്റ ചിരിയാ, രക്ഷപ്പെട്ടല്ലോ. പിന്നെ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വരുത്തു തുടങ്ങിയപ്പോ നല്ല ആ കസാരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നിലവിളിക്കലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ ഇരിക്കുക. ആളുകൾ അങ്ങനെ വരിക, ഭാര്യയെ കാണാൻ പറ്റിയവര് കാണുക, അല്ലാത്തവര് ഇങ്ങനെ സാധുവിനത്ത് ഇങ്ങനെ ദുഃഖത്ത് പങ്കുചേരുക. ഏതായാലും തിരിച്ചു പോകുന്നവരൊക്കെ എന്നാ പോട്ടല്ലേ, ആ പോയിക്കോളി, ഓക്കെ, എന്തുവായിരിക്കണേ. പിന്നെ ചെവിയിൽ എന്തോന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഒന്ന് പോകട്ടെ എന്ന് പറയുന്നു, രണ്ടാമത് ചെവിയിൽ ഇങ്ങനെ പറയാ. അപ്പൊ ആരോന്ന് പോയി ചോദിച്ചെല്ലാം ഏകദേശമൊക്കെ മറവടൊക്കെ കഴിഞ്ഞാരാ, എന്താണ് എല്ലാരും നിങ്ങളെ ചെവിയിൽ വന്നിട്ടാ പറഞ്ഞത് എന്ന്. അതൊന്നുമില്ലേ, ആ പശുവിനെ വിൽക്കുവോന്ന് ചോദിച്ചതാണ് എന്ന്. എന്റെ ആടെ വേണ്ടിയിട്ട് ഒരു സാധനെ ഒരു ചവിട്ടെട്ടിയാലേ കഴിച്ചിലായി കിട്ടിയല്ലോ എന്ന്. മനസ്സിലായില്ല? പശുവിനെ വിൽക്കെങ്കിൽ വാങ്ങാൻ വേണ്ടി ചോദിച്ചതാ. എന്റെ പുരയിൽ എന്റെ ഭാര്യ ഉണ്ട്, ഓള് നോക്കിക്കേണ്ടാണ്, ഓളെയും ചവിട്ടു, ഓള് രക്ഷപ്പെട്ട്. അല്ലെ, ഭർത്താവ് മരിച്ചാല് ഭാര്യയെ പറ്റി വിധവ എന്നറിയും നമ്മളെ നാട്ടിലൊക്കെ. അതൊക്കെ നമ്മളെ നാട് തന്നെ കേട്ടോ. ഭർത്താവ് മരിച്ചാല് ഭാര്യയെ പറ്റി വിധവ എന്നറിയും. ഭാര്യ മരിച്ചാൽ ഭർത്താവിനെ പറ്റി എന്താ പറയാ? ഭാഗ്യവാൻ. അല്ലേ? മുമ്പേ പറഞ്ഞ കഥായിക്കൂ. ബാലം എടുക്കുമ്പോ ഇങ്ങനെ വല്ലാത്തൊരു പ്രാർത്ഥന. എന്താണെന്നറിയോ? കുഞ്ഞിപ്പാത്തുമ്മ 250 രൂപ സ്വർഗത്തിലും കുഞ്ഞിപ്പാത്തുമ്മന്റെ ഭർത്താവിനോടൊന്നിച്ച് ഒരുമിപ്പിക്കണേന്ന് ഒറ്റ ദുആ. അല്ലാഹുവേ